അന്ന് വാക്ക്മാൻ സെറ്റ് ഉസ്താദിന്റെ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ചിലപ്പോൾ മാറ്റി പറയാൻ സാധ്യത ഉണ്ട് പിന്നീട്, അതുകൊണ്ട് ഇതൊന്ന് പിടിക്കണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അന്ന് ഉസ്താദ് പറഞ്ഞു അങ്ങനെ പിടിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ പിടിക്കാൻ പാടില്ല, ഒരു ആലിമീങ്ങളെയോ സാധാരണക്കാരെയോ അങ്ങനെ വഞ്ചിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഇന്നും ഞാൻ ഓർക്കുകയാണ്. അതുപോലെ വാഴക്കാട് സലഫി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേരുസ്താദും സലഫിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദം നടക്കുമ്പോൾ പേരുസ്താദിന്റെ ക്ലിപ്പുകൾ പലതും കട്ട് ചെയ്ത് സലഫി ഇവിടെ അവതരിപ്പിക്കും. അങ്ങനെ ഇവിടെ വാഴക്കാട് പരിപാടി നടക്കുമ്പോൾ തലേ ദിവസം ഞങ്ങൾ അന്ന് ഉസ്താദിന്റെ വീട്ടിലോ അല്ലെങ്കിൽ കുറ്റ്യാടി സിറാജുലുദയിലോ ഉണ്ടാവുക. കാരണം കാര്യങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക. അന്ന് ഞാൻ ഉസ്താദിനോട് പറഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ക്ലിപ്പ് കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു ഉസ്താദെ ഇത് നിങ്ങൾ നാളെ ഒന്ന് കേൾപ്പിച്ചാൽ മതി, സലഫിയെ അതേപോലെ തിരിച്ചടിക്കാൻ മാർഗം ഇതേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞപ്പോ അന്ന് ഞാനും അബ്ദുൽ ബാരി സഖാഫിയുമാണ് അന്നുള്ളത്. ഞങ്ങളോട് അന്ന് ഉസ്താദ് പറഞ്ഞു അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല, അത് വഞ്ചനയാണ്. അങ്ങനെ വഞ്ചന ചെയ്തുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിക്കാൻ അള്ളാഹ് പറഞ്ഞിട്ടില്ല. നമ്മളോട് ദഅവത്ത് നടത്താനേ പറഞ്ഞിട്ടുള്ളൂ. ഹിദായത്ത് കൊടുക്കുന്നതിന് അള്ളാഹുവാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒന്നും ഒരു വഞ്ചന നടത്തേണ്ടതില്ല. നമ്മളുള്ള കാര്യം കൃത്യമായി പറഞ്ഞു കൊടുക്കുക, അത് കേട്ടിട്ട് ആളുകൾക്ക് ഹിദായത്തിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞതുകൂടെ ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ പല സന്ദർഭങ്ങളിലും ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരിട്ട് അനുഭവിച്ച ഒരുപാട് അനുഭവങ്ങളുണ്ട്. അങ്ങനെ ഏത് കാര്യങ്ങൾ പറയുമ്പോഴും നമ്മോട് പറയുക അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് മാതൃകാപരമായ പ്രവർത്തനം നടത്തി ഇന്ന് വരെ സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ ഉസ്താദ് പറഞ്ഞ ഒരു കാര്യം മാറ്റി പറയേണ്ട രംഗം ഉസ്താദിന് വന്നിട്ടില്ല എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇന്നൊരു പ്രത്യേക സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രം ആ കാര്യം ഒന്ന് സൂചിപ്പിച്ചതാണ്. കാരണം ഉസ്താദ് അതിന്റെ സാക്ഷി സഹിതം പറയുമ്പോൾ അതിനൊരു പ്രത്യേക വിലയുണ്ടാകും എന്നുള്ളത് പറഞ്ഞതാണ്. ഇന്ന് അൽഹംദുലില്ലാഹ്